തിരുവനന്തപുരം കാട്ടാക്കടയിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥി ആദിശേഖരെ കാറിടിച്ച് കൊലപ്പെടുത്തിയ പ്രിയരഞ്ജന ജാമ്യം ലഭിച്ചത് സർക്കാർ അഭിഭാഷകരുടെ വീഴ്ചയെന്ന ആദിശേഖരന്റെ കുടുംബം. ക്ഷേത്രമതിലിൽ മൂത്രമൊഴിച്ചത് ചോദ്യം ചെയ്തതിന്റെ വൈരാഗ്യത്തിൽ കുട്ടിയെ കൊലപ്പെടുത്തിയ കേസിൽ സർക്കാർ അഭിഭാഷകൻ കൃത്യമായ കേസ് വാദിച്ചില്ല എന്നും സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കണമെന്നും പിതാവ് ആവശ്യപ്പെടുന്നു. ആദ്യമ പ്രതികരണത്തിലേക്ക്. അപ്രതീക്ഷിതമായൊരു വിധിയാണ് സുപ്രീംകോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. കേസ് സുപ്രീംകോടതിയുടെ പരിഗണനയ്ക്ക് വന്നപ്പോൾ കേരള സർക്കാരിൻ്റെ അഭിഭാഷകർ വളരെ ഉദാസീന മനോഭാവം കാണിച്ചു എന്ന് ഞാൻ സംശയിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ടാണ് വ്യക്തമായൊരു വിധിയുണ്ടായിട്ടും പ്രതിക്ക് ജാമ്യം കിട്ടാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത്. സ്പെഷ്യൽ പ്രോസിക്യൂട്ടറുമായിട്ടും നിയമവിദഗ്ധരുമായിട്ടൊക്കെ ആലോചിച്ചിട്ട് മുന്നോട്ട് പോകണം. ഈ സർക്കാരാണ് യഥാർത്ഥത്തിൽ കാര്യങ്ങൾ ചെയ്യേണ്ടത്. കാരണം വാദി ഇപ്പോൾ സർക്കാരാണ് വാദി. അപ്പോൾ സർക്കാർ തന്നെ സുപ്രീം കോടതിയിൽ ഇപ്പോൾ നൽകിയ ജാമ്യം റദ്ദാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുകയും ഹൈക്കോടതിയിലുള്ള അപ്പീൽ നടപടികളുമായി മുന്നോട്ട് പോവുകയും ഹൈക്കോടതിയിൽ കേസ് വരുന്ന സമയത്ത് ഒരു സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ അനുവദിക്കുകയും ചെയ്യണമെന്ന് സർക്കാരിനോട് അപേക്ഷിക്കാൻ പോവുകയാണ്. വിവരങ്ങളുമായി ജ്യോതിഷ് ജനാർദ്ദനൻ ചേരുന്നുണ്ട്. ജ്യോതിഷെ, 15 വയസ്സുകാരനായ ആദിശേഖരനെ നമ്മൾ ആരും മറക്കാനിടയില്ല. കാരണം ക്ഷേത്രമതിലിൽ ഈ ക്രിമിനൽ പ്രിയരഞ്ജൻ മൂത്രമൊഴിച്ചു. അതിനെ ആ കുഞ്ഞ് ചോദ്യം ചെയ്യുന്നു. പിന്നീട് ആ കുഞ്ഞ് ഇത്തരത്തിൽ സൈക്കിൾ ഓട്ടിച്ച് പോകവെയാണ് ഈ പ്രിയരഞ്ജൻ എന്ന കൊടും ക്രിമിനൽ ആ കുഞ്ഞിനെ കാറിടിച്ച് കൊലപ്പെടുത്തുന്നത്. അതിന് പിന്നാലെ വലിയ രീതിയിൽ സർക്കാർ ഈ കുടുംബത്തിന് എല്ലാ കൈത്താങ്ങും പ്രഖ്യാപിച്ചുവെങ്കിലും പിന്നീട് നമ്മൾ കണ്ടത് ആദിശേഖരന്റെ കേസിൽ മറ്റൊരു തരമാണ്. കാരണം ഈ പ്രിയരഞ്ജനെ, ഈ ക്രിമിനലിനെ, ഈ പ്രതിയെ സംരക്ഷിച്ചുകൊണ്ട് സർക്കാർ അഭിഭാഷകൻ കോടതിയിൽ വാദിക്കുന്നു, അല്ലെങ്കിൽ ഒത്താശ ചെയ്തുകൊണ്ടാണ് ഈ പ്രിയരഞ്ജൻ പുറത്തിറങ്ങിയത്. എങ്ങനെയാണ് വേദനയോടെ ആദിശേഖരന്റെ പിതാവ് ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ജ്യോതിഷ്? അശ്വതി, നമ്മൾ ഈ CCTV ദൃശ്യങ്ങളാണ് ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ഈ CCTV ദൃശ്യത്തിൽ തന്നെ വ്യക്തമാണ് മനഃപൂർവ്വം ഈ ആദിശേഖരനെ വാഹനം ഇടിപ്പിച്ച് കൊലപ്പെടുത്തുന്നത് ഈ CCTVയിൽ വ്യക്തമാണ്. ആദ്യഘട്ടത്തിൽ ഇതൊരു സ്വാഭാവിക അല്ലെ ഒരു സാധാരണ ഒരു മരണമായിട്ടാണ് കണക്കാക്കിയിരുന്നത്. പോലീസ് അതിൻ്റെ നടപടികളായിരുന്നു സ്വീകരിച്ചു വന്നതും. എന്നാൽ സമീപത്തൊരു CCTV ഉണ്ടായിരുന്നതിനാൽ അതിൽ പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് മനഃപൂർവ്വം വണ്ടി ഇടിപ്പിച്ചതാണെന്നും ഇത് ഈ കുട്ടിയുടെ തന്നെ അകന്ന ഒരു ബന്ധുവായിട്ടുള്ള പ്രിയരഞ്ജൻ ാണ് ഈ വണ്ടി ഇടിപ്പിച്ചതെന്നും പോലീസ് കണ്ടെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിനെ തുടർന്നാണ് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നതും. ഇത് പോലീസ് കോടതിയിലും വിചാരണ കോടതിയിലും ഇത് സംബന്ധിച്ച് വ്യക്തമായ തെളിവുകൾ ഹാജരാക്കിയിരുന്നു. മനഃപൂർവ്വമാണ് ഇയാൾ ചെയ്തതാണ്, ഈ കുട്ടിയോടുള്ള വൈരാഗ്യത്തിൻ്റെ പേര് ചെയ്തതാണ്. നേരത്തെ അശ്വതി പറഞ്ഞ പോലെ തന്നെ ക്ഷേത്രമതിൽ മൂത്രമൊഴിച്ചത് ചോദ്യം ചെയ്തതിൻ്റെ പേരിലുള്ള വൈരാഗ്യത്തിൻ്റെ പേരിലാണ് ഇയാൾ ഈ കുട്ടിയെ വാഹനം ഇടിപ്പിച്ച് കൊലപ്പെടുത്തിയെന്ന് കോടതിയിൽ തെളിയിക്കാൻ സാധിച്ചു, വിചാരണ കോടതിയിൽ തെളിയിക്കാൻ സാധിച്ചു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വിചാരണ കോടതി ഇയാളെ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതുതന്നെയാണ് അപ്പീൽ പോയെങ്കിലും ജില്ലാ കോടതിയിലും അതുപോലെ തന്നെ ഹൈക്കോടതിയിലെല്ലാം ഈ നിലവിലത്തെ വിധി ശരിവെക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അതിനാണ് പെട്ടെന്നൊരു മാറ്റം സംഭവിച്ച് ഇന്നലെ സുപ്രീം കോടതി വിധി ഉണ്ടാകുകയും ഇതിനെതിരെ അനുകൂലം അത് സർക്കാരിന്റെ പുറത്തിറക്കിയത് സർക്കാരാണ്, സർക്കാർ അഭിഭാഷകനാണ്. അത് ഒരു സംശയമില്ല. കാരണം ഒരു കുഞ്ഞിന്റെ നീതി, ഒരു കുഞ്ഞിന് ജീവൻ നമുക്ക് രക്ഷിക്കാനല്ല, പക്ഷെ ആ കുഞ്ഞിന്റെ കുടുംബത്തിന് നീതി ആവശ്യമായിരുന്നു. എന്നാൽ കൃത്യമായ തെളിവുകൾ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് സർക്കാർ അഭിഭാഷകൻ ഇത്തരത്തിൽ വ്യക്തമായി വാദിക്കാതിരുന്നത്? എന്തുകൊണ്ടാണ് പ്രിയരഞ്ജന് ജാമ്യം ലഭിക്കാനുള്ള ഒരു പഴുത് അത് സർക്കാരിന്റെ അഭിഭാഷകൻ സൃഷ്ടിച്ചത്? നിഗൂഢമാണ് ലക്ഷ്യങ്ങളൊക്കെ. ഏറ്റവും പ്രധാനപ്പെട്ട വിശദാംശങ്ങളാണ് തലസ്ഥാനത്ത് നിന്നും ജ്യോതിഷ് ജനാർദ്ദനൻ പങ്കുവച്ചത്.